വിടറാ വിടറാ ഷിജാനെ ഓടിക്കോടാ. ഫ്രാങ്ക്ലിൻ ഭായ് വീണ്. ഫ്രാങ്ക്ലിൻ ഭായ് ഞാൻ ഓടിപ്പോയി വേറെ ആൾക്കാരെ വിളിച്ചോണ്ട് വരാം ഫ്രാങ്ക്ലിൻ ഭായിനെ രക്ഷിക്കാൻ വേണ്ടിട്ട്. പോച്ചടാ, എനിക്ക് എഴുന്നേക്കാൻ പറ്റണല്ലോ. അടിച്ചിട്ട് കയ്യും കാലം കുടിച്ചാ വന്നടാ. ഞാൻ എഴുന്നേറ്റ് വന്നാ നീയൊക്കെ തീർന്നു. ഇവന്മാർക്ക് ഇത്ര ശക്തിയാ. ഇവന്മാര് ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് ഇത്ര വലിയ ആൾക്കാരെ നിൽക്കരുത്. ഞാൻ ഇവന്മാരുടെ ഇടയിട്ട് കയ്യും വീശി വരികയും ചെയ്ത് എത്ര കണ്ണൊക്കെ അടഞ്ഞു പോണ പോലെ. പോച്ചടാ. പറയൂ ഡോക്ടർ പറയൂ, ഇപ്പോ ഫ്രാങ്ക്ലിൻ എങ്ങനെയുണ്ട്? അത് പിന്നെ മൈക്കിൾ, ഫ്രാങ്ക്ലിൻ ഇപ്പോഴും കോമ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ പിടിച്ചു വെച്ച് അടിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫ്രാങ്ക്ലിൻ റിക്കവറി ആവാൻ തന്നെ 1-2 ആഴ്ച എടുക്കും. അതുവരെ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തിയേ പറ്റുള്ളൂ. ദിസ് ഈസ് സീരിയസ് കണ്ടീഷൻ. ഫ്രാങ്ക്ലിൻ മരിച്ചു പോകാനത് ഭാഗ്യമെന്ന് പറയാം. ഓ മൈ ഗോഡ്, ആരാടാ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ ആക്കിയത്? ഫ്രാങ്ക്ലിൻ ഭായ് എഴുന്നേറ്റ് വാ ഫ്രാങ്ക്ലിൻ ഭായ്. വിടറാ ഷിജാനെ വിടറാ. നിന്നെയൊക്കെ ഞാനൊന്ന് തീർക്കൂടാ. എത്ര സ്വപ്നായിരുന്നാ? ഞാൻ ഇതെവിടെയാ? ഇതേതാ സ്ഥലം? ഓ മൈ ഗോഡ്. ഹലോ, ആരുമില്ല ഇവിടെ? ആരെങ്കിലും ഓടിവാ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എടാ ഫ്രാങ്ക്ലിൻ ഭായ് അച്ഛല്ലേ കേൾക്കണത്? ഫ്രാങ്ക്ലിൻ ഭായ് എഴുന്നേറ്റാ? അങ്ങനെ വരാൻ വഴിയില്ല. നോക്കട്ടെ. ഫ്രാങ്ക്ലിൻ ഭായ് കണ്ണു തുറന്നടാ. ഫ്രാങ്ക്ലിൻ ഭായ് ഞാനാ ഷിൻചാൻ, ഞാൻ ഇവിടെ ഉണ്ട്. ഇത്ര തല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഷിൻചാനെ, ഞാൻ എവിടെയാടാ? നമ്മള് ഗ്രൗണ്ടിൽ അവനെ ഇടിക്കാൻ പോയായിരുന്നല്ല. എന്നിട്ട് അവന്മാർ എന്നെ ഇടിച്ചിട്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഫ്രാങ്ക്ലിൻ ഭായ് അവന്മാർ ഇടിച്ച് കോമയിലാക്കി. എന്നിട്ട് ഞങ്ങളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പൊ ഫ്രാങ്ക്ലിൻ ഭായ് ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ഫ്രാങ്ക്ലിൻ ഭായ് ഇത് കഥക്കെ പെട്ടെ. ഞാൻ പോയി ഡോക്ടറിനെ വിളിക്കട്ടെ. ഡോക്ടർ ഫ്രാങ്ക്ലിൻ ഭായ് എഴുന്നേറ്റ് ഡോക്ടർ. Oh my God, this is a medical miracle. Hey, Mr. Franklin, താങ്കൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഈ നിൽക്കണ പയ്യൻ ആരാന്ന് മനസ്സിലായോ? ഓർമ്മയുണ്ടോന്നാ? ഓർമ്മയുണ്ട് ഡോക്ടർ. നിൽക്കണത് നമ്മുടെ പയ്യൻ ഷിൻചാൻ. പക്ഷെ അതല്ല ഡോക്ടർ പ്രശ്നം. എനിക്കെന്താ നടക്കാൻ പറ്റാത്തത്? എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്നെ എഴുന്നേക്ക് ഡോക്ടർ. എന്താടാ എഴുതി പറയുന്നത്? അമ്മാതിരി അടി കിട്ടിയിട്ട് ജീവൻ തിരിച്ചു കിട്ടിയതേ ഭാഗ്യം. കുറച്ചു നേരം അവിടെ കിടക്ക്. ഞാൻ നിന്റെ ഫാമിലി ആയിട്ടൊന്ന് സംസാരിക്കട്ടെ. ഐ മീൻ നിന്റെ ബന്ധുവാണെന്ന് പറയുന്ന മൈക്കിളിനോടൊക്കെ സംസാരിക്കട്ടെ. നീ റെസ്റ്റ് എടുക്ക്, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. നടക്കാൻ പറ്റില്ലെന്നോ? അപ്പൊ എനിക്കിനി ഒരിക്കലും നടക്കാൻ വേണ്ടി പറ്റില്ലേ ഡോക്ടർ? എടാ, അങ്ങനെ നടക്കാൻ പറ്റില്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ എപ്പോ നടക്കാൻ പറ്റുമെന്ന് ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല. കറന്റ്ലി നീ നടക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. എന്നെ ഇടിച്ചവന്മാർക്ക് ഇത്ര ശക്തിയാ? സാധാരണ ഞാൻ ഇല്ലടാ എല്ലാരെയും ഇടിച്ചിടുന്നത്. അവന്മാര് വൻ ബോഡി ബിൽഡേഴ്സ് ആയിരുന്നു തോന്നുന്നു. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു മുൻകരുതൽ എടുക്കേണ്ടതായിരുന്നു. ശരി ഡോക്ടർ, ഇതെന്റെ വിധി. നീ റെസ്റ്റ് എടുക്ക്. ECG ഒക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ. മോനെ, നീ ഇവനെ മര്യാദക്ക് നോക്കിക്കോട്ടാ. അവനെ എഴുന്നേക്കാൻ ട്രൈ ആണ്, എഴുന്നേപ്പിക്കരുത്. ഞാൻ പോയി നിന്റെ മൈക്കിൾ മാമിനെയൊക്കെ ഒന്ന് വിളിച്ചോണ്ട് വരാം. സോ ഡോക്ടർ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മൈക്കിളെ, ചെക്കൻ ഇതുവരെ കൂടുതൽ മെച്ചപ്പെട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ആ പയ്യൻ നടക്കാറായിട്ടില്ല. അവന്റെ 10-28 ബോൺസ് അല്ലേ ഒടിഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം, വീട്ടിലേക്ക് മാറ്റാം. പക്ഷെ എന്നാലും അവനെ നോക്കാൻ വേണ്ടി ഒരാൾ വേണം. പിന്നെ ഇവന്റെ റിക്കവറി ഇവൻ തന്നെ തീരുമാനിച്ചിട്ട് നടക്കുള്ളൂ. ഇവൻ തന്നെ പരിശ്രമിച്ച് എഴുന്നേറ്റ് നടന്ന് ഫിസിയോതെറാപ്പിയിലൂടെയും ഫിസിക്കൽ ട്രെയിനിങ്ങിലൂടെ എഴുന്നേറ്റ് വന്നാലേ ഉള്ളൂ അവന്റെ മനസ്സിന്റെ ശക്തി വെച്ചിരിക്കും ഇവൻ ഇനി എഴുന്നേറ്റ് നടക്കൂ എന്നുള്ളത്. അപ്പോ ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ബാക്കി നിങ്ങളുടെ പാടായി. ഓക്കെ ഡോക്ടർ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓക്കേടാ ഫ്രാങ്ക്ലിനെ, എന്നാൽ നമുക്ക് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഡോക്ടർ പറഞ്ഞ